നമസ്കാരം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനം ഉറപ്പായോ? കേരള എംപിമാർക്ക് അമിത്ഷാ നൽകിയ ഉറപ്പെന്ത്? എന്തായാലും ആ ഉറപ്പ് വലിയ പ്രതീക്ഷ നൽകുന്നു. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം, സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും ചെയ്ത കുറ്റമെന്താണ്? സമഗ്രമായി നോക്കാം. ആദ്യം ടോപ് 10 പ്രധാന തലക്കെട്ട്. സംസ്ഥാനത്ത് സപ്ലൈകോ ഓണച്ചന്തകൾ അടുത്ത മാസം 25 മുതൽ 1 കിലോ വെളിച്ചെണ്ണ 349 രൂപയ്ക്ക് നൽകും. ഓണക്കിറ്റ് വിതരണം 18-ാം തീയതി മുതൽ. ബിവറേജസിൽ മദ്യക്കുപ്പികൾ തിരികെ ശേഖരിക്കുന്ന സംവിധാനം വരുന്നു. കുപ്പികൾക്ക് 20 രൂപ അധികമായി ഈടാക്കും. കാലിക്കുപ്പികൾ അതത് ഔട്ട്ലെറ്റുകളിൽ നൽകിയാൽ പണം തിരികെ കിട്ടും. അവധി പരിഷ്കരിക്കണമെന്ന നിർദ്ദേശവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അവധി മഴക്കാലത്തേക്ക് മാറ്റുന്നതിൽ പൊതുജനാഭിപ്രായം തേടും. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കാഴ്ച പരിമിതർക്കായി ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങൾ അച്ചടിക്കാൻ നടപടി തുടങ്ങി. അടുത്തയാഴ്ച വിതരണം ചെയ്യാനാകുമെന്ന് മന്ത്രി. അമൃത ന്യൂസ് ഇംപാക്ട്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചേക്കും. വിഷയത്തിൽ ഇടപെടാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകിയതായി കേരള എംപിമാർ. നാളെ ജാമ്യാപേക്ഷ നൽകും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ക്രൈസ്തവ സഭാ മേധാവികളെ കാണും. വീഴ്ച പറ്റിയത് ജാമ്യാപേക്ഷ നൽകിയതിലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. താരസംഘടന അമ്മയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും മത്സരിക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനും സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പ് ഓഗസ്റ്റ് 15-ന്. ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി അമ്മയിൽ സംഘടനാ പ്രവർത്തനത്തിനില്ലെന്ന് ബാബുരാജ്. ദുരിതമായി ആലപ്പുഴയിലെ ദേശീയപാത. തുറവൂർ മുതൽ അരൂർ വരെ പാതയിൽ പൊലിഞ്ഞത് ഒട്ടേറെ ജീവനുകൾ. അപ്രോച്ച് റോഡുകളും തകർന്ന നിലയിൽ. ടോപ് 10 സ്പെഷ്യൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി. കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് DME. ഡോക്ടർ ശസ്ത്രക്രിയ മുടക്കിയെന്നും തെറ്റായ വിവരം പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നും പരാമർശം. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മറുപടി നൽകുമെന്നും ഡോക്ടർ ഹാരിസ്. റാപ്പർ വേടനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്ത് തൃക്കാക്കര പോലീസ്. വിവാഹ വാഗ്ദാനം നൽകി പലപ്പോഴായി പീഡിപ്പിച്ചെന്ന് യുവ ഡോക്ടറുടെ പരാതി. പരാതിക്കാരി സൈബർ ആക്രമണം നേരിടുന്നുവെന്നും അതിക്രമത്തിനിരയാകുന്നുവെന്നും അഭിഭാഷക. ഓവൽ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് മോശം തുടക്കം. 5 വിക്കറ്റുകൾ നഷ്ടമായി. മഴയെ തുടർന്ന് 2 തവണ കളി തടസ്സപ്പെട്ടു. ഒരു ടെസ്റ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ നായകനെന്ന ഗവാസ്കറുടെ റെക്കോർഡ് മറികടന്ന് ശുഭ്മാൻ ഗിൽ. ധർമ്മസ്ഥലയിലെ പരിശോധനയിൽ നിർണായക തെളിവ്. 15 അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തി. SIT തലവൻ സ്ഥലത്തേക്ക്. മലേഗാവ് സ്ഫോടന കേസിൽ BJP മുൻ MP പ്രഗ്യാ സിംഗ് ഉൾപ്പെടെ 7 പ്രതികളെയും വെറുതെ വിട്ടു. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് കോടതി. വിധി വന്നത് 17 വർഷങ്ങൾക്ക് ശേഷം. സ്റ്റോറി ഓഫ് ദി ഡേ. ആത്മവിശ്വാസത്തിന്റെ നേർചിത്രമായി മുരുകൻ. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 4 വരെ. 15 സാധനങ്ങൾ ഉൾപ്പെടെ 6 ലക്ഷത്തിലധികം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുക. ഓണക്കാലത്തെ വരവേൽക്കാൻ വിപുലമായ പരിപാടികളാണ് സപ്ലൈകോ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. AAY കാർഡുകൾക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ 15 സാധനങ്ങളാണ് ഓണക്കിറ്റിലൂടെ വിതരണം ചെയ്യുക. കൂടാതെ അരി, വെളിച്ചെണ്ണ എന്നിവ ന്യായവിലയ്ക്ക് ഓണക്കാലത്ത് സപ്ലൈകോയിലൂടെ ലഭ്യമാകും. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് മിതമായ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സപ്ലൈകോ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യും. സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 349 രൂപയും അര ലിറ്ററിന് 179 രൂപയുമാണ്. സബ്സിഡി ഇതര വെളിച്ചെണ്ണ ലിറ്ററിന് 429 രൂപയും അര ലിറ്ററിന് 219 രൂപയുമായിരിക്കും. ഓണക്കാലത്ത് റേഷൻ കടകൾ വഴി സ്പെഷ്യൽ അരി ലഭ്യമാക്കും. കൂടാതെ ഓഗസ്റ്റ് 25 മുതൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ആ വാഹനങ്ങളിലൂടെ ന്യായവിലയ്ക്ക്
സബ്സിഡി ഉൽപ്പന്നങ്ങളല്ല, ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കും. രണ്ടാമത്തെ കാര്യം വെളിച്ചെണ്ണയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രയാസകരമായ ഒരു അവസ്ഥ ഉള്ളത്. അത് സബ്സിഡി വെളിച്ചെണ്ണ 1 ലിറ്ററിന് 349 രൂപ നിരക്കിലും. കൂടാതെ സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഓഗസ്റ്റ് 25-ന് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്താണ് പരിപാടി. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 4 വരെയാണ് ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബിവറേജസ് കോർപ്പറേഷൻ വഴി മദ്യക്കുപ്പികൾ ശേഖരിക്കാനുള്ള പുതിയ സംവിധാനവുമായി എക്സൈസ് വകുപ്പ്. ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ വഴി വിൽപ്പന നടത്തുന്ന കുപ്പികൾക്ക് ഡെപ്പോസിറ്റ് തുക ചുമത്തി കുപ്പി തിരികെ നൽകുമ്പോൾ തുകയും തിരികെ ലഭിക്കും. അതേസമയം ഓണാഘോഷങ്ങൾ ഹരിതചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാകണമെന്നും മന്ത്രി എം പി രാജേഷ് അറിയിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനങ്ങൾ മന്ത്രി എം പി രാജേഷ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ വഴി വിൽപ്പന നടത്തുന്ന പ്ലാസ്റ്റിക്, ഗ്ലാസ് കുപ്പികൾക്ക് 20 രൂപ ഡെപ്പോസിറ്റ് തുക ചുമത്തും. കുപ്പി തിരികെ നൽകുമ്പോൾ ഡെപ്പോസിറ്റ് തുകയായ 20 രൂപയും തിരികെ ഉപഭോക്താവിന് നൽകും. ക്ലീൻ കേരള കമ്പനിയുമായി ചേർന്ന് ഇതിന്റെ പൈലറ്റ് സെപ്റ്റംബറിൽ തിരുവനന്തപുരത്തും കണ്ണൂരിലുമായി നടക്കും. ഓരോ ബോട്ടിലിനും 20 രൂപ ഡെപ്പോസിറ്റായിട്ട് അധികമായിട്ട് ഈടാക്കും. ബോട്ടിൽ ബെവ്കോയുടെ ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ QR കോഡ് പതിപ്പിച്ചതായിരിക്കും. അത് തിരിച്ചെത്തിച്ചാൽ ഈ 20 രൂപ തിരിച്ചു കൊടുക്കും. ദേശീയ ശുചിത്വ സർവേയിൽ സംസ്ഥാനത്തിന്റെ മുന്നേറ്റം ചിട്ടയായ ആസൂത്രണത്തിന്റെയും നടപ്പാക്കലിന്റെയും ഗുണഫലമാണെന്ന് മന്ത്രി പറഞ്ഞു. ഓണാഘോഷങ്ങൾ ഹരിതചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാകണമെന്നും ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവാർഡ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഹരിത ഓണം എന്ന മുദ്രാവാക്യം, വൃത്തിയുള്ള കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഹരിത ഓണം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഓണാഘോഷം ഹരിത ചട്ടപ്രകാരമായിരിക്കണം എന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു. ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങൾ അത് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്കൂൾ അവധി മാറ്റണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ വേനലവധി പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് അടിയന്തര പൊതുചർച്ചയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിച്ചു. അവധി സംബന്ധിച്ച് പൊതുജനാഭിപ്രായം തേടാനും തീരുമാനമായി. മഴക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് വേനലവധി മഴക്കാലാവധിയാക്കാമെന്ന നിർദ്ദേശമാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അഭിപ്രായം വ്യക്തിപരമാണെന്നും ചർച്ചകൾക്ക് ശേഷം മാത്രമേ തീരുമാനത്തിലെത്തൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകും. ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവുമെന്ന് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ എൻ്റെ ഒരു ആലോചനയും ചില വിദ്യാഭ്യാസ പണ്ഡിതന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അതേസമയം ശരിയായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാകണം പരിഷ്കരണമെന്ന ഇടത് അധ്യാപക സംഘടനയായ KSTAയും അഭിപ്രായപ്പെട്ടു. അധ്യാപക സംഘടനയോ നമ്മളോ വ്യക്തിപരമായോ പറയേണ്ട ഒരു വിഷയമല്ല. അത് കാലങ്ങളായി കുട്ടികൾക്ക് ഈ അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായ വിദഗ്ധന്മാരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിലെന്തെങ്കിലുമൊക്കെ ഭേദഗതി വരണമെങ്കിൽ അത്തരത്തിലുള്ള ശരിയായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വേനലവധി മാറ്റുന്നതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും ജനങ്ങൾക്ക് അറിയിക്കാം. കുട്ടികളുടെ പഠനം, ആരോഗ്യം എന്നിവയെ എങ്ങനെ ബാധിക്കുമെന്നും നിർദ്ദേശിക്കാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കാഴ്ചപരിമിതർക്കായി ബ്രെയിൽ ലിപി പുസ്തകം അച്ചടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. പുസ്തകം ഉടൻ വിതരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങളില്ലാത്തത് കാരണം ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കാഴ്ചപരിമിതിയുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അമൃത ന്യൂസ് റിപ്പോർട്ട് നൽകിയിരുന്നു. +1 വിദ്യാർത്ഥിനിയായ കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിനി ആയിഷ സെമീഹയാണ് ബ്രെയിൽ ലിപി പാഠപുസ്തകമില്ലാത്തതു കാരണം താൻ ഉൾപ്പെടെയുള്ള ഹയർ സെക്കൻഡറിയിലെ കാഴ്ചാപരിമിതർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തുറന്നു പറഞ്ഞത്. 10ാം ക്ലാസ് വരെ ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങൾ ഉള്ളതുകൊണ്ട് ആരുടെയും സഹായമില്ലാതെ ഇവർക്ക് പഠിക്കാമായിരുന്നു. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ എത്തിയപ്പോൾ ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങളില്ലാത്തതിനാൽ മറ്റുള്ളവരുടെ സഹായത്തിനായി കാത്തുനിൽക്കേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ. തുടർന്ന് ഇവരുടെ പ്രയാസങ്ങൾ അമൃത വാർത്തകളിലൂടെ സർക്കാരിന് മുൻപിലേക്ക് എത്തി. ഇതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. പുസ്തകം അച്ചടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചെന്നും ഉടൻ പുറത്തിറക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ കാഴ്ച പരിമിതി നേരിടുന്ന കുട്ടികൾക്കായി
ഉടൻ തന്നെ ബ്രെയിൽ ലിപിയിൽ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ബ്രെയിൽ ലിപി പുസ്തകങ്ങൾ ഉടൻ പുറത്തിറങ്ങുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ് കിട്ടിയതോടെ അതിന്റെ ആശ്വാസത്തിലാണ് ആയിഷ സെമീഹ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ. വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. പരിശോധന നടത്താതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ ആലപ്പുഴ എടത്വ കോയിൽമുക്ക് ഗവൺമെന്റ് LP സ്കൂളിന് പൂട്ടുവീണു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദു ചെയ്തത്. ഇതോടെ 30ഓളം വരുന്ന കുട്ടികളുടെ പഠനം പ്രതിസന്ധിയിലായി. കോയിൽമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ രക്ഷിതാക്കളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് സ്കൂളിന് പൂട്ടുവീണത്. എടത്വ ഗ്രാമപഞ്ചായത്ത് AE, വാർഡ് മെമ്പർ എന്നിവർ സ്ഥലത്തെത്തി സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയായിരുന്നു. സ്കൂളിന് പൂട്ടുവീണതോടെ 30ഓളം കുട്ടികളും 6 അധ്യാപകരും പെരുവഴിയിലായി. അരനൂറ്റാണ്ട് പഴക്കമുള്ള ഓടുമേഞ്ഞ കെട്ടിടത്തിലാണ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നത്. ഞങ്ങൾക്ക് പിള്ളേരെ കൊണ്ട് ഇപ്പോൾ എവിടെ പോകാൻ ഇപ്പം എനിക്കിപ്പം പറ്റത്തില്ല. ജോർജിയൻ സ്കൂളിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ കൊണ്ട് ചേർക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ല ഇപ്പം ഈ പിള്ളേരെ ഇവിടുത്തെ അല്ലാതെ വേറെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു റീസൺ അവരും കാണിച്ചു തരണം. ഇതിപ്പം ഞങ്ങൾ രമ്യപരമായിട്ട് കാര്യങ്ങൾ നീക്കി അങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോഴാണ് ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് കയറി വന്നത്. സ്കൂളിന്റെ സീലിംഗ് അടർന്നും ഓടുകൾ പൊട്ടിയകന്ന നിലയിലുമായിരുന്നു. അരനൂറ്റാണ്ടിന് മുൻപാണ് കെട്ടിടം സ്ഥാപിച്ചത്. 2 വർഷം കൂടുമ്പോൾ ഓടിട്ട കെട്ടിടത്തിന്റെ ഓട് പൊളിച്ചു മാറ്റിയിടുന്നത് പതിവാണ്. എന്നാൽ ഈ സ്കൂളിന്റെ ഓട് 11 വർഷം മുൻപാണ് മാറ്റിയതെന്ന് സ്കൂൾ PTA പ്രസിഡന്റ് പറയുന്നു. 2022-ൽ 60 ലക്ഷം രൂപ മുടക്കി മറ്റൊരു കെട്ടിടം നിർമ്മിച്ചെങ്കിലും കൈവരിയുടെ അഭാവത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല. എടത്വ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിലെ കൈവരിയുടെ പേരിൽ 30ഓളം കുട്ടികളുടെ ഭാവി ജീവിതമാണ് പെരുവഴിയിലായത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ഉടൻ ജാമ്യം ലഭിച്ചേക്കും. വിഷയത്തിൽ ഇടപെടാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് ഉറപ്പ് നൽകി. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്നും കേസ് NIA കോടതിക്ക് വിട്ട സെഷൻസ് കോടതി നടപടി തെറ്റാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി UDF, LDF MP-മാർ പ്രതിഷേധിച്ചു. ഇതിന് പിന്നാലെയാണ് കേരള MP-മാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത്. ജാമ്യത്തിന് വിചാരണ കോടതിയെ വീണ്ടും സമീപിക്കാനും ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്നും അമിത്ഷാ ഉറപ്പു നൽകി. സെഷൻസ് ഉത്തരവിനെതിരെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കന്യാസ്ത്രീകളുടെ വിഷയം NIA കോടതിക്ക് വിട്ട സെഷൻസ് കോടതി നടപടി തെറ്റാണെന്ന് അമിത്ഷാ കേരള MP-മാരോട് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വിചാരണ കോടതിയിൽ നിന്ന് കന്യാസ്ത്രീകൾക്ക് ഉടൻ ജാമ്യം ലഭിച്ചേക്കും. സെഷൻസ് ജഡ്ജ് ചെയ്തത് നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഏകപക്ഷീയമായി സെഷൻസ് കോടതിക്ക് കേസ് NIA കോടതിയിലേക്ക് വിടാൻ കഴിയില്ല എന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഈ കേസ് NIA കോടതിയിലേക്ക് വിട്ടത് നടപടിക്രമങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ സംസ്ഥാന ഗവൺമെന്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റാണ് അന്തിമ അനുമതി കൊടുക്കേണ്ടത് NIA കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. ആ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഏകപക്ഷീയമായി കേസ് വിട്ട നടപടി ശരിയല്ല. അതേസമയം കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ രാഷ്ട്രീയ താൽപര്യങ്ങളില്ല എന്ന് അമിത്ഷാ പ്രതികരിച്ചു. ജാമ്യം ലഭിച്ച ശേഷം കേസ് റദ്ദാക്കാൻ ശ്രമിക്കാമെന്നും അമിത്ഷാ UDF, LDF MP-മാരോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ പരിവർത്തനം ആരോപിച്ച് നീക്കങ്ങളുമായി BJP നേതാക്കൾ. പരിഹാര ശ്രമങ്ങൾ നടത്തുന്നത് BJP മാത്രമാണെന്നും നടന്ന കാര്യങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചു. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരെ നേരിൽ കാണും. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഉയരുന്നത്. മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികളും തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ BJP നേതാക്കൾ അനുനയ നീക്കങ്ങളുമായി രംഗത്തേക്ക് എത്തുന്നത്. സ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് TTE ആണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പരിഹാര ശ്രമങ്ങൾ നടത്തുന്നത് BJP മാത്രമാണെന്നും മറ്റുള്ളവർ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നതെന്നും പ്രതികരിച്ചു. നടന്ന കാര്യങ്ങൾ ക്രിസ്തീയ സമൂഹത്തെയും ജനങ്ങളെയും ബോധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എല്ലാ തലങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എങ്ങനെ കന്യാസ്ത്രീകളെ ജയിലിൽ അവിടെ എത്ര നാൾ ദീർഘം കിടത്താം എന്നുള്ള ശ്രമത്തിലാണ്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ BJPക്ക് ഇരട്ടത്താപ്പ് നിലപാടെന്ന് CPI ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ പറഞ്ഞു. കന്യാസ്ത്രീകൾക്കൊപ്പമാണ് കേരളത്തിലെ BJP എങ്കിൽ
മോദിയോടും അമിത്ഷായോടും പറഞ്ഞ് കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. The BJP-RSS combine is pursuing politics of hatred, politics of polarization. They divide the people in the name of religion. They become very aggressive in attacking the minorities, Muslims, Christians. അതേസമയം ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സഭാ നേതൃത്വം പാർട്ടിയുടെ സഹായം ചോദിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ അങ്ങോട്ടേക്ക് അയച്ചു എന്നും ഷോൺ ജോർജ് ഉടൻ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചില രാഷ്ട്രീയ പാർട്ടികൾ അവിടെ പോയി നാടകം കളിക്കുകയാണ്. 1-2 ദിവസത്തിനുള്ളിൽ അവർക്ക് ജാമ്യം കിട്ടും. പ്രധാനമന്ത്രിയോട് വിഷയം സൂചിപ്പിച്ചു എന്നും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെട്ടെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. 3 ദിവസം മുമ്പാണ് എന്നെ CBCIയും പിതാവുമാരെല്ലാം വിളിച്ച് ഛത്തീസ്ഗഡിൽ നടക്കുന്ന കാര്യത്തിനെ കുറിച്ച് എന്നെ ഇൻഫോം ചെയ്ത്. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഭരണങ്ങാനത്ത് പാലാ രൂപതയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ചു. കന്യാസ്ത്രീകളുടെ ജയിൽവാസം അനിശ്ചിതമായി തുടർന്നാൽ കേരള ക്രൈസ്തവ ജനത ഡൽഹിയിൽ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിക്കുമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. മതസ്വാതന്ത്ര്യം തടയുന്നത് പെട്രോൾ ടാങ്കിന് മുമ്പിൽ തീപ്പെട്ടി ഉരയ്ക്കുന്നത് പോലെ അപകടകരമാണെന്നും ബിഷപ്പ് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് തടയാൻ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ലെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. അക്രമങ്ങളെ പരോക്ഷമായി മോദി സർക്കാർ പിന്തുണയ്ക്കുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല. അടുത്ത തവണ ക്രിസ്മസ് കേക്കുമായി വരുമ്പോൾ കാണാമെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. മോദി സർക്കാരിന് ആ പ്രവർത്തിക്കുന്നതായ ആ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നിയന്ത്രിച്ചാൽ അവർക്കൊരു പക്ഷേ അണികൾ നഷ്ടപ്പെടുമെന്നുള്ളതായിരിക്കും അവരുടെ ഭയം. അതുകൊണ്ട് ഇതിന് ഇൻഡയറക്റ്റായിട്ട് മോദി സർക്കാരിൻ്റെ ഒരു പിന്തുണയുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുക. ഇത് ഭരണകൂടം ഏത് ഭരണകൂടം എന്നുള്ളതല്ല. അതേ സമയത്ത് മതസ്വാതന്ത്ര്യത്തിനെതിരായി ഏത് ഭരണകൂടം പ്രവർത്തിച്ചാലും അത് പ്രതിഷേധാർഹമാണ്. അതിനുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ സംഘപരിവാറിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് മുദ്രാവാക്യം. കണ്ണൂർ കരുവഞ്ചാലിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിലാണ് കേക്കും വേണ്ട, ലഡുവും വേണ്ട, അരമന കാണാൻ വരികയും വേണ്ട എന്ന മുദ്രാവാക്യം മുഴക്കിയത്. അതേസമയം കേക്കും ലഡുവുമായി തന്റെ അരമനയിൽ ആരും വന്നിട്ടില്ലെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തെ പരാമർശിച്ചുള്ള കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി. സുരേന്ദ്രന്റെ പരാമർശം ഇന്ത്യയിലെ പട്ടിക വിഭാഗത്തെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് മന്ത്രി. പി കെ ബിജുവിന്റെയും കൊടിക്കുന്നിൽ സുരേഷിന്റെയും ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു സംവരണ മണ്ഡലങ്ങളിൽ ജയിക്കുന്നത് നാമധാരി പട്ടികജാതിക്കാർ മാത്രമാണെന്നുള്ള സുരേന്ദ്രന്റെ പരാമർശം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. ഇടതുപക്ഷവും കോൺഗ്രസും സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് ജയിപ്പിക്കുന്നവരിൽ നാമധാരി പട്ടികജാതിക്കാർ മാത്രമാണെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ വിമർശനം. കെ സുരേന്ദ്രന്റെ പരാമർശം ഭരണഘടനാ വിരുദ്ധമാണെന്നും BJP സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അത് പിൻവലിക്കാൻ ആവശ്യപ്പെടണമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പട്ടികജാതി വിഭാഗത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എത്രയും പെട്ടെന്ന് BJPയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ആ പോസ്റ്റ് പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ പോലും യഥാർത്ഥ പട്ടികജാതിക്കാർക്ക് ജയിച്ചു വരാനുള്ള അവസരമില്ലെന്നും ഇടതും വലതും ജയിപ്പിക്കുന്നവരിൽ അധികവും നാമധാരി പട്ടികജാതിക്കാർ മാത്രമാണെന്നുമെന്നായിരുന്നു കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. CPIM നേതാവായ പി കെ ബിജു, കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ ചിത്രം പങ്കുവച്ചായിരുന്നു കെ സുരേന്ദ്രന്റെ പോസ്റ്റ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. താരസംഘടനയായ അമ്മയിലെ നേതൃനിരയിലേക്കുള്ള മത്സര ചിത്രം തെളിഞ്ഞു. ശ്വേതാമേനോനും ദേവനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ പേർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്.
താരസംഘടനയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ മത്സരചിത്രം വ്യക്തമായി. നടൻ ജഗദീഷ് പിന്മാറിയതോടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാസർ ലത്തീഫ്, ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ എന്നിവരും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും മത്സരിക്കും. ട്രഷറർ സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിലാണ് മത്സരം. ജോയിന്റ് സെക്രട്ടറിയായി ഹൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഹൻസിബ അടക്കം 13 പേരാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. ഇതിൽ 12 പേരും പത്രിക പിൻവലിച്ചതോടെയാണ് ഹൻസിബ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം ഉറപ്പിച്ചത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഹൻസിബ ഹസന്റെ നോമിനേഷൻ മാത്രമേ ഉള്ളൂ. ഒരേ ഒരാളിന്റെ നോമിനേഷൻ മാത്രമേ ഉള്ളൂ. അത് ഹൻസിബ ഹസനാണ്. ട്രഷറർ സ്ഥാനത്തേക്ക് 2 പേരാണുള്ളത്. അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വനിതാ സംവരണത്തിലേക്ക് നീന കുറുപ്പ്, സരയു മോഹൻ, സജിത ബെട്ടി, ആശ അരവിന്ദ്, അഞ്ജലി നായർ എന്നിവരാണ് മത്സരിക്കുന്നത്. ജനറൽ വിഭാഗത്തിൽ കൈലാഷ്, സിജോ വർഗീസ്, ഡോക്ടർ റോണി ഡേവിഡ് രാജ്, ടിനി ടോം, ജോയി മാത്യു, സന്തോഷ് കിരാറ്റൂർ, വിനു മോഹൻ, നന്ദു പൊതുവാൾ എന്നിവർ മത്സരിക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 4 പേര് റിസർവേഷനാണ്, അത് 5 പേരുണ്ട്. പിന്നെ ആണുങ്ങളുടെ ജനറലിൽ 7 പേര് ആണ് വേണ്ടത്, 8 പേരുണ്ട്. അപ്പോൾ അവിടെ ഇലക്ഷനുണ്ട്. ഇലക്ഷൻ ഇല്ലാത്ത ഒരേ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ജോയിന്റ് സെക്രട്ടറി. ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് നടൻ ബാബുരാജ് പിന്മാറിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ബാബുരാജിനെതിരെ പരാതികളും വിവാദങ്ങളും വന്നതിന് പിന്നാലെയാണ് നാമനിർദ്ദേശ പത്രിക ബാബുരാജ് പിൻവലിച്ചത്. അമ്മയുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് എന്നേക്കുമായി താൻ പിന്മാറുകയാണെന്ന് ബാബുരാജ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. ജനങ്ങൾക്ക് തീരാദുരിതമായി തുറവൂർ അരൂർ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച് 2 വർഷം പിന്നിടുമ്പോൾ പാതയിൽ പൊളിഞ്ഞത് നിരവധി ജീവനുകൾ. മഴക്കാലം കൂടി എത്തിയതോടെ അപ്രോച്ച് റോഡിലൂടെയുള്ള ജനങ്ങളുടെ യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. തുറവൂർ അരൂർ ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാണ്. ഉയരപ്പാറ നിർമ്മാണം തുടങ്ങിയതിനു ശേഷം 41 ജീവനാണ് പാതയിൽ പൊലിഞ്ഞത്. കൂടുതലും ഇരുചക്രവാഹന യാത്രികരാണ് മരണപ്പെടുന്നത്. 4 വരിപ്പാതയിൽ പാതയുടെ മധ്യത്തിൽ നിന്ന് ഇരുവശങ്ങളിലും 2 വരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരുമ്പ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് കുറച്ചു. ഇതോടെ ഇത് ഒറ്റ വരിപ്പാതയായി കുറഞ്ഞു. ചരക്ക് ലോറികളും ടോറസ് വാഹനങ്ങളും സഞ്ചരിക്കുമ്പോൾ ഇതിനൊപ്പം പോകുന്ന ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ്. മഴക്കാലം ആരംഭിച്ചതോടെ ചെളി നിറഞ്ഞ റോഡിൽ യാത്ര കൂടുതൽ ദുസ്സഹമായി. സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിനായി ദേശീയപാത വിഭാഗം 8 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം എങ്ങുമായിട്ടില്ല. ഈ സഞ്ചാരയോഗ്യത തടസ്സപ്പെടുത്താൻ പാടുന്ന സുപ്രീം കോടതി നിയമമുണ്ട്. ഇവിടെ ആരും നോക്കുന്നില്ല, ഒരു രാഷ്ട്രീയക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല. മന്ത്രിമാരെല്ലാം കൂടെ അപ്പുറത്തെ റോഡിൽ കൂടെ MC റോഡിൽ കൂടെ പോകുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ ചത്താ ജീവിച്ചെന്നൊരാൾക്കും അറിയാൻ പാടില്ല. ഇവിടെ ഞങ്ങൾ പരാതിപ്പെട്ട മുഴുവൻ പരാതിപ്പെട്ടും ഒരാളും തിരിഞ്ഞു നോക്കില്ല. നമ്മളെന്തെങ്കിലും തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ പോലീസുകാർ നമ്മുടെ പേര് കേസെടുക്കുകയാണ്. ഇത് ആരോട് പറയാനാണ്? നമ്മുടെ നിസ്സഹായാവസ്ഥ അറിയാൻ പറ്റുമല്ലോ. ഇപ്പം തന്നെ വണ്ടിക്കാർ വരുമ്പോൾ കൊല്ലല്ലേ എന്നും പറഞ്ഞ് നിൽക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം എവിടെയാണ് കുഴിയെന്നും എവിടെയാണ് റോഡെന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗതാഗതക്കുരുക്ക് പതിവായ റോഡിൽ പലപ്പോഴും മണിക്കൂറുകൾ കുരുക്കിൽ കിടക്കേണ്ട അവസ്ഥയാണ്. കുരുക്കൊഴിഞ്ഞാലും കുഴികൾ നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര യാത്രക്കാരുടെ നടുപിടിക്കും. വെള്ളമൊഴുകിപ്പോകാൻ ഓടകൾ നിർമ്മിക്കാത്തത് മൂലം ചെളി നിറഞ്ഞ റോഡിലൂടെ ഭീതിയോടെ വേണം കാൽനട യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ. രാത്രികാലങ്ങളിൽ മതിയായ വെളിച്ചവും പ്രദേശത്തില്ല. ഇതെല്ലാം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായി. പരാതികൾ ആരോട് പറയും, ആര് പരിഹാരം കാണുമെന്ന ആശയക്കുഴപ്പത്തിലാണ് നാട്ടുകാരും ഇതുവഴി സഞ്ചരിക്കുന്നവരും. ഓഫ് റോഡ് യാത്രകൾ മാറി നിൽക്കും ഈ റോഡിലൂടെയുള്ള ദുരിത യാത്രയ്ക്ക് മുന്നിൽ. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. ഈ റിപ്പോർട്ട് കാണുമ്പോഴേ അറിയാം ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പൊറുതിമുട്ടിയ അവസ്ഥയിലാണെന്ന്. അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ കാണാം. യാത്രക്കാരാണെങ്കിൽ 3-4 മണിക്കൂർ കൊണ്ടൊക്കെയാണ് നമ്മൾ എറണാകുളം വരെ പോകണമെങ്കിൽ ഇപ്പോൾ 4 മണിക്കൂർ നേരം നമ്മൾക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യമാണ് വരുന്നത്. ഇപ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരാണെങ്കിൽ അതിനേക്കാളും വലിയ കഷ്ടമാണ്. നടന്നു പോകാൻ നമുക്ക് നിവൃത്തിയില്ല. കുഴിയും ഈ മോശമായ അവസ്ഥയിലുള്ള ഈ റോഡും കാരണം ഒരുപാട് പേരുടെ ജോലി തന്നെ മുടങ്ങുന്ന അവസ്ഥയുണ്ട്. പലരും തിരിച്ചു പോരുന്നു ജോലിക്ക് പോയിട്ട് സമയത്ത് കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ. ഈ ഹൈവേയുടെ സൈഡിൽ കൂടെ തന്നെ ഇപ്പോൾ അവർ പണിയുടെ കൂടെ നമ്മൾ വിടുന്നുണ്ടെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടിയാണ് ജനങ്ങൾ പാസ് ചെയ്യണത്. അത് ചെളിയും കൊണ്ടും കെമിക്കലും നിറഞ്ഞിട്ട് നമ്മളുടെ വാഹനങ്ങളെല്ലാം അടിവശം മൊത്തം ദ്രവിച്ച് ഒരു താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആയിരങ്ങളുടെ പണികളാണ്, റിപ്പയറിങ് പണികളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ടാക്സി ഓടിച്ചാണ് ഇവിടെ ഉപജീവനമാർഗ്ഗം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെയുള്ള ഇതൊക്കെ വരാൻ നേരത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്.
ഈ റോഡ് പണി എന്തായാലും സമാന്തര റോഡ് വൃത്തിയാക്കിയിടണം എന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത്. റോഡ് എന്ന് പറഞ്ഞാൽ നടന്നു പോകാനും വയ്യ. സൈക്കിളിലാണ് നമ്മൾ വരുന്നത്. സൈക്കിളിനും രക്ഷയില്ല, അപകടങ്ങൾ കൂടുതലാണ്. പിന്നെ നമ്മൾ കഷ്ടപ്പാട് കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. ഒരു രക്ഷയില്ല, പോകാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. കുമ്പളങ്ങി വരെ തകർന്നു വാരി കിടക്കുന്ന റോഡ്. നമ്മളാ നശിക്കുന്ന നമ്മുടെ വണ്ടി. എൻ്റെ വണ്ടിയുടെ കൈയൊക്കെ ഒടിഞ്ഞു വേണം കഴിഞ്ഞ ദിവസം. അത് ഞാൻ കൊണ്ട് ഇണക്കിയതാണ്. പിന്നെ നമുക്കത് ആരുടെ ഒന്നും പറയാൻ പറ്റിയല്ല. ഇതല്ലേ പറ്റും, നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാതെയാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഈ അരൂർ മുതൽ തുറവൂർ വരെയുള്ള യാത്ര എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരുപാട് കഷ്ടത അനുഭവിച്ചാണ് ഈ ടാക്സി വാഹനങ്ങളാണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും ഈ മൊത്തത്തിലുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അപ്പോൾ സർക്കാർ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ഇതിന് നടത്തുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് പ്രതിഷേധങ്ങൾ ഇതിന് മുൻപൊക്കെ അറിയിച്ചു കഴിഞ്ഞ്, എന്നിട്ട് പോലും ഇപ്പോൾ തന്നെ ഈ അരൂരിനും തുറവൂരിനും ഇടയ്ക്ക് 50ഓളം പേര് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തണമെന്നാണ് ഈ ഡ്രൈവേഴ്സ് സംഘടനത്തിൻ്റെ പ്രതിനിധി എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അജയ്നാഥ് ചേരുന്നുണ്ട്. അജയ്, നിർമ്മാണം പൂർത്തീകരിച്ചാൽ രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ ഉയരപ്പാതയായി മാറേണ്ട, നാടിന്റെ വികസനത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുന്ന ഒരു പാതയാണ്. പക്ഷേ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ജനങ്ങളെ ഇത്രയധികം ദുരിതത്തിലാക്കുന്നത്. വികസനം നാടിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ നന്മയ്ക്കും അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഇത്തരത്തിൽ ജനങ്ങളെ ദുരിതത്തിലാക്കിയുള്ള വികസനം അതാർക്കു വേണ്ടിയാണെന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. ഏറ്റവും പ്രധാനമായും ഈ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം, ടാറിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ച ശേഷം മാത്രമേ ഉയരപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാവൂ എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളൊരു നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായിട്ടില്ലെങ്കിൽ കൂടിയും ഇപ്പോൾ തന്നെ നിരവധിയായ ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്. അതിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുണ്ട്. പക്ഷേ ഇപ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ മഴ കൂടി കനത്തതോടെ റോഡിലാകത്തന്നെ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. ആ കുഴികൾ അറിയാതെ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ ഈ കുഴിയിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ നിർമ്മാണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് ഈ കുഴി മൂടുന്ന സാഹചര്യമാണുള്ളത്. അത് നല്ല ശക്തമായൊരു മഴയെത്തുമ്പോൾ വീണ്ടും കുഴി രൂപപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ ശാശ്വതമായൊരു പരിഹാരം ഇതിനുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ ആകെ ആക്ഷേപം എന്നുള്ളത്. മറ്റൊന്ന്, ഇനിയും ഈ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 50ഓളം ആളുകൾ നിലവിൽ മരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്നും ഈ നില തുടർന്നാൽ എത്ര ജീവനുകൾ കൂടി ബലി നൽകേണ്ടി വരും എന്നുള്ള ഏറ്റവും വലിയ ആശങ്കയാണ് ജനങ്ങളാകെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും തീരാ ദുരിതമായിരിക്കുകയാണ് തുറവൂർ അരൂർ ദേശീയപാത. നിരവധി ജീവനുകളാണ് ആ ദേശീയപാതയിൽ പൊലിഞ്ഞിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജയ്നാഥ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ആരോഗ്യവകുപ്പിന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. ഡോക്ടർ ഹാരിസ് എത്രയും വേഗം വിശദീകരണം നൽകണമെന്ന് DME ആവശ്യപ്പെട്ടു. ഹാരിസ് നടത്തിയത് സർവീസ് ചട്ടലംഘനമാണെന്ന വിലയിരുത്തലിലാണ് ആരോഗ്യവകുപ്പ്. അതേസമയം ഇത് സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാണിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിന് പിന്നാലെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടറിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഡോക്ടർ പരസ്യ പ്രസ്താവന നടത്തിയത് തെറ്റാണെന്നും ഉന്നയിച്ച ആരോപണങ്ങളിൽ വസ്തുതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടർ ഹാരിസ് ശസ്ത്രക്രിയ ഉപകരണമായ പ്രോബ് ഇല്ലെന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മുടക്കിയതായും ആരോപണമുണ്ട്. എന്നാൽ പ്രോബ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം അത് ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. കൂടാതെ പ്രതിസന്ധിയുടെ കാര്യം സൂപ്രണ്ടിനെയോ പ്രിൻസിപ്പലിനെയോ ഉത്തരവാദിത്വപ്പെട്ട മറ്റ് ആളുകളെയോ അറിയിച്ചിരുന്നില്ല എന്നും നോട്ടീസിൽ പറയുന്നു. ഹാരിസിന്റെ പരാമർശങ്ങൾ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയതായും നോട്ടീസിലുണ്ട്. എന്നാൽ തന്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പ്രതിസന്ധിയുടെ കാര്യം കൃത്യമായി അറിയിച്ചിരുന്നതാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ശസ്ത്രക്രിയ മുടക്കി എന്ന ആരോപണം തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ഹാരിസ് വ്യക്തമാക്കി. എൻ്റെ അഭിപ്രായങ്ങൾ വളരെ ഉറച്ചതാണ്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ പ്രൂഫും അതിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും അവർക്കറിയുകയും ചെയ്യാം. ഇത് അവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം അവർക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഉപകരണങ്ങളുടെ ക്ഷാമവും എല്ലാം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾ വളരെ മന്ദഗതിയിലാണെന്നുള്ളതും അവർക്കറിയാവുന്നതാണ്. കാരണം കാണിക്കൽ നോട്ടീസിന് 7 ദിവസത്തിനകം മറുപടി നൽകണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.